സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി വന്ന ശ്യാമ രാധികയെ കാണുന്നതും സന്തോഷത്തോടെ കണ്ണെടുക്കാതെ തന്നെ രാധികയെ നോക്കി നിൽക്കുവാണ്. ഈ സമയം രാധികയും അമ്പരപ്പോട് കൂടി ശ്യാമയുടെ അരികിലേക്ക് നടന്നു ചെല്ലുവാണ്. അങ്ങനെ രാധിക തൻ്റെ അരികിലെത്തുന്നതും സകല നിയന്ത്രണം വിട്ട് ശ്യാമ രാധികയെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ഈ സമയം ആളുകളെല്ലാം ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. പലരും വിളിച്ച് പറയുന്നുണ്ട്, കാണാനായിട്ട് ഒരേപോലെ തന്നെയുണ്ടല്ലേ, അമ്മയും മോളെയും പോലെ തന്നെ, എന്തൊരു സമയം ഇതിലിപ്പോൾ ആരാ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ വരുണും ആരതിയും ശ്യാമയൊക്കെയും. അന്നേരം രാധിക സന്തോഷത്തോടെ ശ്യാമയോട് പറയണേ, സത്യം പറയാമല്ലോ, മേഡത്തെ ഇതുപോലെ അരികിൽ നിന്ന് കാണണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അതാണിപ്പോൾ സാധിച്ചത്. ഈ സമയം അവിടെ നിന്നിരുന്ന ഒരു സ്ത്രീ ചോദിക്കുക, അല്ല മേഡം, മേഡത്തിനെയും ഈ കുട്ടിയും കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ, കണ്ട അമ്മയും മോളെയും പോലെ ഇരിക്കും, സത്യത്തിൽ മേഡത്തിൻ്റെ ഏതെങ്കിലും ബന്ധുവാണോ ഈ കുട്ടി? ഈ സമയം ശ്യാമയാണെങ്കിൽ അത് കേട്ടതും ഈ നിൽക്കുന്നത് എൻ്റെ മോളാണ് എന്നും പറഞ്ഞ് പറയാനായിട്ട് തുടങ്ങുമായിരിക്കും കേട്ടോ. അന്നേരം വരുൺ പറയണേ, ശ്യാമ മേഡം, ഫിദ മേഡം രാധികയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്നിപ്പോൾ നടന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് രാധിക ഇപ്പോഴും. ഈ നിൽക്കുന്നത് രാധികയുടെ ചേച്ചിയാ, ആരതി വർമ്മ, അഡ്വക്കേറ്റാണ്. പിന്നെ ഞാൻ രാധികയുടെ ഭർത്താവാ വരുൺ. ഈ സമയം രാധിക ശ്യാമയോട് ചോദിക്കണേ, മാഡം ഞാൻ മാഡത്തിൻ്റെ കാലി വീണ് ഒരു അനുഗ്രഹം വാങ്ങിച്ചോട്ടെ? അങ്ങനെ പറഞ്ഞ് രാധിക ശ്യാമയുടെ കാലി വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. അന്നേരം അതെല്ലാം കണ്ട് തൻ്റെ മോളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുവാണ് കേട്ടോ ശ്യാമ. മാഡം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴും സത്യമാണോ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നമാണോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ. എന്നാലും മോളിൽ അങ്ങനെ ഇന്ന് സംശയിക്കേണ്ട, എല്ലാം സത്യം തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് ചെല്ലാം, കുറച്ച് നേരം ഭഗവാനെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് രാധികനെയും കൂട്ടിയും നടയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം തിരുമേനി വന്നിട്ടുണ്ടാവും. ശ്യാമമ്മയുടെ എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അതിനുശേഷം എല്ലാവരുമായിട്ട് നടയിൽ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ശ്യാമ ഭഗവാനോട് പറയണേ, എൻ്റെ കണ്ണ, അവസാനം ഞാൻ എൻ്റെ മോളുടെ മുമ്പിലേക്ക് യാതൊരു മറയും കൂടാതെ വന്നു. അവളെ ചേർത്ത് പിടിക്കാനും അവളെ ഉമ്മ വെക്കാനും എനിക്ക് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസവും ഇന്ന്. ഇതുപോലെ അധികം വൈകാതെ തന്നെ എൻ്റെ മോള് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കണേ. ഞാനാണ് അവളെ പ്രസവിച്ച അമ്മയെന്ന് തിരിച്ചറിയണേ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ യാതൊരുവിധ ഫലങ്ങളും ഉണ്ടാകരുത്. അവൾ എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണം, അമ്മയായിട്ട് അംഗീകരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതേസമയം രാധിക പറയണേ, എൻ്റെ ഭഗവാനെ, ഇതിലും വലിയ ഭാഗ്യം എനിക്കിനി എന്താ ഉള്ളത്? ഞാൻ ദൈവത്തെ പോലെ ആരാധിച്ചുകൊണ്ടിരുന്ന എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ, എൻ്റെ തൊട്ടരികിൽ. സന്തോഷമായി കണ്ണ, ഇത്രയും സന്തോഷമുള്ള ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ ഈ ദൈവത്തിന്, എൻ്റെ ശ്യാമമേഡത്തിന് ഒരാപത്തും ഒന്നും വരാതെ ആയുസ്സാരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് രാധികയും പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും തിരുമേനി പറയണേ, അതെ, ശ്യാമ മേഡത്തോട് ഒരു പ്രധാന റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഭഗവാന്റെ ഈ നടയിൽ വെച്ച് തന്നെ ശ്യാമ മേഡം ഒരു കൃഷ്ണഗീതി എല്ലാവർക്കും വേണ്ടി പാടണമെന്ന്. അതെല്ലാവരുടെ ആഗ്രഹമാണ്, തടസ്സമൊന്നും പറയരുത്. അന്നേരം അവിടെ കൂടി നിന്ന് എല്ലാവരും കൂടി പറയണേ, ശ്യാമമ്മയുടെ പാട്ട് പാടണം എന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം ഉണ്ടാക്കുവാണ്. അന്നേരം ശ്യാമ പറയണേ, മതി നിർത്ത്, ഞാൻ എന്താണെങ്കിലും ഒരു പാട്ട് പാടാം. ഞാനാണ് ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ്. പിന്നെ ഈ നിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ, സിനിമയിലൊക്കെ പാടിയിട്ടുള്ളതാ, നല്ല പോലെ പാട്ടും പാടും. ഈ കുട്ടിയുടെ ശബ്ദം കേൾക്കാനേ ഒരു പ്രത്യേക രസമാണ്, അധികം കേൾക്കാത്ത ഒരു അപൂർവ ശബ്ദം. നന്നായിട്ട് പാട്ടും പാടും. അതുകൊണ്ട് ഇപ്പം ഞാൻ പാട്ട് പാടുമ്പോൾ മോൾക്കും എൻ്റെ കൂടെ പാടാൻ പറ്റുമോ? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോൾക്ക്? ശ്യാമ മേഡം എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മാഡത്തിൻ്റെ കൂടെ പാട്ട് പാടാനുള്ള യോഗ്യതയ്ക്ക് എനിക്കുണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? സിനിമയിലൊക്കെ മനോഹരമായിട്ട് പാടിയ ആളല്ലേ, എൻ്റെ ഒപ്പം മോളിപ്പോൾ പാടണം. ഈ സമയം രാധിക വിശ്വസിക്കാനാവാതെ ചോദിക്കണേ, മാഡം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മാഡത്തെ ഒരു നോക്കൊന്ന് കാണണം, ഒന്നരികി നിൽക്കണം, 2 വാക്ക് സംസാരിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ മാഡത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒപ്പം എൻ്റെ ശബ്ദം ചേർത്ത് വെക്കാൻ പോകുന്നു. ഇതിലും വലിയ ഭാഗ്യം എനിക്കിനി എന്താ കിട്ടാനുള്ളത്? എന്നാൽ പിന്നെ വാ, നമുക്കൊന്നിച്ച് തന്നെ പാടാം. അങ്ങനെ പറഞ്ഞ് ശ്യാമയും രാധികയും കൂടി ഒന്നിച്ച് തന്നെ ഒരു കൃഷ്ണഗീതി ആലപിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ പാട്ടിൽ എല്ലാവരും ലയിച്ച് നിൽക്കുവാണ്. പാട്ട് പാടി തീർന്നതും എല്ലാവരും കൈയടിച്ച് രണ്ടുപേരെ അഭിനന്ദിക്കുവാണ് കേട്ടോ. അന്നേരം അവിടെ ഇരുന്ന് സ്ത്രീ പറയണേ, മാഡം പാട്ട് സൂപ്പറായിട്ടുണ്ട്, ഭഗവാന്റെ മടിയിലിരുന്ന് തന്നെ ഒരു ഗാനം കേട്ടതുപോലുള്ളൊരു പ്രതീതി. സത്യം പറയാലോ, മനസ്സ് നിറഞ്ഞു. പിന്നെ മോളുടെ ശബ്ദമുണ്ടല്ലോ, ശ്യാമ മേഡം പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതര ശബ്ദം തന്നെയാണ്, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഈ കുട്ടിക്ക് ശ്യാമ മേഡത്തിൻ്റെ അതേ രൂപവും അതേ ശബ്ദവും ഒക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതെ, ഒറ്റ നോട്ടത്തിൽ കണ്ട അമ്മയും മോളും എന്ന് ആരും പറയും. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നത് ശ്യാമക്ക് കൂടുതൽ സന്തോഷമാകുവാണ്. ശ്യാമ വീണ്ടും രാധികയുടെ തലയിൽ ഇങ്ങനെ തലോടി.
രാധികയോട് സത്യം പറയാൻ തുടങ്ങുമായിരുന്നു. മോളെ, ഞാൻ നിൻ്റെ അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ശ്യാമ മേഡത്തിന് പോകാനുള്ള സമയമായും തോന്നുന്നു അല്ലേ? ആ അതെ, പോകാനുള്ള സമയമായി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? മോളെ, ഞാൻ ഇറങ്ങുവാണ്. അങ്ങനെ പറഞ്ഞ് വീണ്ടും രാധികയെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം രാധികയ്ക്കും ശ്യാമയെ വിട്ടുപിരിയാനായിട്ട് മനസ്സാവുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. എന്നിട്ട് ശ്യാമ മനസ്സില്ലാ മനസ്സോടെ രാധികയോടും വരുണിനോടും അവിടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുവാണ്. അങ്ങനെ കാറിൽ കയറുന്നതിന് മുമ്പ് രാധികയെ തന്നെ തിരിഞ്ഞു നോക്കി. സങ്കടത്തോടു കൂടി തന്നെ ശ്യാമ അവിടെ നിന്നും തിരികെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം രാധികയ്ക്കും ശ്യാമ പോയപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുവാണ്. അന്നേരം വരുൺ ചോദിക്കണേ, എന്തായി? തനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. കാരണം താൻ ദൈവത്തെ പോലെ ആരാധിച്ച ആളെയല്ലേ കണ്ടത്. ആളുടെ ഒപ്പം നിന്ന് പാട്ട് പാടാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? അന്നേരം രാധിക പറയണേ, അതേ വരുൺ, എൻ്റെ സന്തോഷം എത്രയെന്ന് ചോദിച്ചാൽ അത് പറയാൻ എനിക്ക് വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ശ്യാമയുടെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അരികിൽ നിന്ന് പോകില്ലേ? പ്രിയപ്പെട്ട ഒരാൾ പോവില്ലേ? അങ്ങനെ പോകുമ്പോഴുള്ളൊരു വിഷമം പോലെ എനിക്ക് തോന്നിയത്. അന്നേരം മാരുതി പറയണേ, പ്രിയപ്പെട്ട ആൾ തന്നെയാണല്ലോ, അപ്പം പിന്നെ വിഷമം ഉണ്ടാവില്ലേ? അന്നേരം രാധിക പറയുന്നുണ്ട്, ആ പിന്നെ ഇതിനു മുമ്പ് ഞാൻ പാട്ട് പാടുമെന്നും നല്ല വലിയ ഗായികയാകുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇനി ആരെങ്കിലും എന്നോട് പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഞാൻ പാടുമെന്ന് പറയും. ശ്യാമ മാഡത്തിൻ്റെ ഒപ്പം പാട്ട് പാടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്കെന്ന് പറയും. എന്നെ സംബന്ധിച്ച് അതിലും വലിയൊരു കാര്യം ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനേ ഇല്ല. വരുൺ, ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ രണ്ടുപേരുടെ എൻ്റെ കൂടെ ഉണ്ടായത് കാരണം എനിക്ക് ശ്യാമ മാഡത്തെ നേരി കാണാനും ഇതുപോലെ കുറച്ച് നേരമെങ്കിലും ആ സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞത്. അതിനെനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് നന്ദിയുണ്ട്. അന്നേരം വരുൺ പറയണേ, അല്ല നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ മതിയോ? തിരിച്ച് വീട്ടിലേക്കൊന്നും പോകണ്ടേ? വീട്ടിലെത്തിയിട്ട് തൻ്റെ ഈ സന്തോഷം കുറച്ച് ഞങ്ങൾക്കൊക്കെ താന്നേ. അങ്ങനെ അത് കേട്ട് രാധിക മാരുതിയും ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അവിടെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഷൂട്ടിനൊക്കെ റെഡിയായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം മുത്തശ്ശിയ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടിയൊക്കെ സംസാരിക്കുന്നതിട്ട് പറയണേ, ഇവർ കുറേ നേരമായല്ലോ നിന്ന് ഓരോ സ്ഥലത്ത് മാറി മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ മുത്തശ്ശി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അങ്ങനെയാണ്. അവർ ക്യാമറയുടെ ആംഗിളും അങ്ങനെ മറ്റു പല കാര്യങ്ങളും സംസാരിക്കുവാണ്. പ്രൊഡ്യൂസറും അതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴേ അല്ല സിനിമയെ മട്ടും പൊട്ടി പിച്ചച്ചട്ടി എടുത്ത് നടക്കുന്നത് കാണേണ്ടി വരും. ഇവന്മാരൊക്കെ തന്നെയുള്ള അങ്ങനെയൊക്കെ അവസ്ഥയിലെത്തുന്നത്. ഈ സമയത്തായിരിക്കോട്ടോ ആ സിനിമയിലെ ഹീറോയിൻ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മുത്തശ്ശി കാണുന്നത്. അന്നേരം അവർക്ക് കൊടപിടിച്ച് കൊടുക്കാനായിട്ട് ഒരു പയ്യനും കൂടെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് മുത്തശ്ശി ഒച്ചത്തി വിളിച്ചു വരണേ, ആഹാ ഇത് കൊള്ളാലോ, ഇവിടെ ഒരു പണിയെടുക്കാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്തുന്നവർക്കൊക്കെ കൊട പിടിച്ചു കൊടുക്കാൻ ആളുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ എന്താ മാങ്ങ പറിക്കാൻ വന്നിരിക്കുവാണോ? ഡാ കൊച്ചനെ ഇങ്ങോട്ട് വന്നേ, എൻ്റെ പ്രിയങ്കമ്മൾക്കും കൊട പിടിച്ച് കൊടുക്കടാ എന്നും പറഞ്ഞ് ഒരു ചെക്കനെ വിളിച്ച് അവർക്കും കൊട പിടിപ്പിച്ച് കൊടുക്കുവാണ്. ഈ സമയം ഡയറക്ടറും പ്രൊഡ്യൂസറും ശരത്തും അവിടെ എല്ലാവരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ആണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാണ്. അന്നേരം ആ ഹീറോയിൻ ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണേ, സാർ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്? ഇത്രയും കൾച്ചറില്ലാത്ത ആൾക്കാരുടെ ഒപ്പമാണോ ഞാൻ കോർപ്പറേറ്റ് ചെയ്യേണ്ടത്? എനിക്കതൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടാണ് സാർ. അന്നേരം ഡയറക്ടർ പറയണേ, എടോ ആ ശരത്തിനെ വിളിച്ചേ. അങ്ങനെ ശരത്തിനെ വിളിച്ച് ശരത്തിനോട് ദേഷ്യപ്പെടണേ, ദേ അവരുടെ സംസാരമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവളെൻ്റെ സിനിമ വേണമെന്ന് എനിക്കൊരു യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് താനെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടി ഞാൻ പിടിച്ചപ്പോൾ പുറത്തേക്കിടും. അങ്ങനെ ശരത്ത് ചെന്ന് പ്രിയങ്കയോട് സംസാരിക്കണേ, പ്രിയങ്കെ എന്താ ഇതൊക്കെ? നിന്റെ മുത്തശ്ശിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? അല്ലെങ്കിലുണ്ടല്ലോ ആ ഡയറക്ടറെ നിനക്ക് ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്താ അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിൻ്റെ മുത്തശ്ശി? എൻ്റെ മുത്തശ്ശി ആ പെൺകുട്ടി ഈ സിനിമയിലെ ഹീറോയിനാണ്. പ്രിയങ്കയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഹീറോയിന് കിട്ടുന്ന സൗകര്യങ്ങൾ അതേപോലെ തന്നെ പ്രിയങ്കയ്ക്ക് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? അന്നേരം മുത്തശ്ശി വരണേ, അതുകൊള്ളാം. ഇപ്പം ചിലപ്പോൾ കാല് പിടിച്ചൊക്കെ ആയിരിക്കും ഈ റോള് കിട്ടിയത്. പക്ഷേ കുറച്ച് നാൾ എൻ്റെ മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇവൾ ഇതിലും വലിയ പൊസിഷനിലെത്തിയാനേ. എൻ്റെ മോൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചെടുത്തിരിക്കും. അവൾക്ക് മാത്രമല്ല അവളുടെ മുത്തശ്ശി എന്ന നിലയിൽ എനിക്കും ചില പരിഗണനകളൊക്കെ കിട്ടേണ്ടതുണ്ട്. അതൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന മുത്തശ്ശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും ആ ഹീറോയിനും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക ദേഷ്യത്തിൽ എടിയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയം ആ ഹീറോയിൻ പെണ്ണ് പ്രിയങ്കയുടെ കരണത്തിട്ട് പൊട്ടിക്കുവാണ് കേട്ടോ. അങ്ങനെ ആ കാഴ്ച കണ്ട് ദേഷ്യം വന്ന് കരുതുള്ളി ചാടി എണീറ്റ് വരുവാണ് സുകുമാരി അമ്മ. ഈ സമയം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവർ സിനിമയിലൊരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെന്നാണ് തോന്നുന്നത്. മിക്കവാറും ആ സുകുമാരി അമ്മ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പ്രിയങ്കേനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള വഴിതെളിച്ചിടുമെന്നാണ് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിയ വരുണിൻ്റെ രാധികയും കൂടി നേരെ മുത്തശ്ശിയുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. രാധിക അങ്ങനെ തുള്ളിച്ചാടി മുത്തശ്ശിയോട് പറയണേ,
മുത്തശ്ശി, ഇന്ന് ഞാൻ ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിൽ വെച്ച് പാട്ടുപാടി. അതും ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ പാട്ട് പാടാനായിട്ട് എൻ്റെ ദൈവം ഉണ്ടായിരുന്നു, ശ്യാമ മേഡവും. അങ്ങനെ രാധികയുടെ സന്തോഷമൊക്കെ കാണുന്നതും സന്തോഷത്തോടെ നിൽക്കുന്ന ജയഭാരതി അമ്മേനെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്